ഹലോ എവരി വൺ. ഇന്ന് ജാനുവരി 31-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ഗവൺമെൻറ് അൺവെയിൽസ് ന്യൂ മ്യൂച്വൽ ഫണ്ട് ഗ്യാരണ്ടി സ്കീം ടു സപ്പോർട്ട് MSME ഗ്രോത്ത്. അപ്പോൾ MSME ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പുതിയ മ്യൂച്വൽ ഫണ്ട് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The center has approved the introduction of the mutual credit guarantee scheme for MSMEs, MCGS MSME, which provides 60% guarantee coverage by National Credit Guarantee Trustee Company Limited to member lending institutions for credit facilities up to 100 crore rupees sanctioned to eligible MSMEs. This fulfills the budget announcement of 2024-25. MCGS MSME, that is a mutual fund credit guarantee scheme MSMEs, is expected to facilitate the availability of credit for the purchase of plant and machinery or equipment by MSMEs, giving a major boost to manufacturing and thereby to make in India. അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ട് എന്താ പറയുക ബെനിഫിറ്റ് ചെയ്യുന്നത്. പിന്നെ MLIs ഇൻക്ലൂഡ് ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആൻഡ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് രജിസ്റ്റർ വിത്ത് NCGTC അണ്ടർ ദ സ്കീം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെബി ലോഞ്ചസ് ഡിജിറ്റൽ നോളേജ് റെപ്പോസിറ്ററി ധരോഹർ ഓൺ റിപ്പബ്ലിക് ഡേ. അപ്പോൾ ജനുവരി 26-ന് സെബി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഡിജിറ്റൽ നോളേജ് റെപ്പോസിറ്ററി ധരോഹർ. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Capital Markets Regulator SEBI said it has launched a digital knowledge repository Dharohar milestones in the Indian securities market on the occasion of country's 76th Republic Day. അപ്പോൾ ഇത് 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു എന്ന് നമുക്കിത് വായിച്ചപ്പോൾ മനസ്സിലായി. പിന്നെ the securities market, known for its diverse products, participants and institutions, has a long-standing history of organized trading over the past 150 years, SEBI said. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഒഫീഷ്യൽ ലോഗോ ആൻഡ് മാസ്കട്ട് ഓഫ് 23rd നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അൺവെയിൽഡ്. അപ്പോൾ ഒഫീഷ്യൽ ലോഗോ ആൻഡ് മാസ്കട്ട് ഓഫ് 23rd നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് റിലീസായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ഒഫീഷ്യൽ ലോഗോ ആൻഡ് മാസ്കട്ട് ഓഫ് ദ 23rd നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 were unveiled. Scheduled to take place from February 17 to 20, the championship will bring together over 1,700 para-athletes from across the country. The unveiling ceremony was attended by distinguished dignitaries including Atulya Mishra, Jayavant Gundu, Secretary of Paralympics Committee of India, Arjuna awardee and Indian para badminton player Tulasimati Murugesan, among others. The Sports Development Authority of Tamil Nadu has played a pivotal role in making this championship a reality, offering its full support to in collaboration with the Tamil Nadu Para Sports Association. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എലോൺ മസ്ക്സ് എക്സ് ടു ലോഞ്ച് ഇറ്റ്സ് ഫസ്റ്റ് ഡിജിറ്റൽ വാലറ്റ് ഇൻ എ പാർട്ട്ണർഷിപ്പ് വിത്ത് വിസ. അപ്പോൾ വിസയായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെട്ടിരുന്ന എക്സ് എലോൺ മസ്ക് എടുത്തപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് എക്സ് ആക്കി. എക്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അവരുടെ ഫസ്റ്റ് ഡിജിറ്റൽ വാലറ്റ് വിസയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. എലോൺ മസ്ക് ഓൺഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് ഇസ് കൊളാബറേറ്റിംഗ് വിത്ത് വിസ ടു ഇൻട്രൊഡ്യൂസ് എ റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റം, മാർക്കിംഗ് പ്രോഗ്രസ് ടുവേർഡ്സ് മസ്ക്സ് long-standing goal of transforming the platform into an everything app. Visa has been announced as the first partner for the platform's upcoming X Money account service, expected to launch later this year. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാരുതി സുസുക്കി ബോർഡ് അപ്രൂവ്സ് റീഅപ്പോയിൻമെൻറ്റ് ഓഫ് ഹിസാഷി തക്കയുച്ചി ആസ് MD and CEO ഫോർ അനദർ ടേം. അപ്പോൾ മാരുതി സുസുക്കി ബോർഡ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് റീഅപ്പോയിൻമെൻറ്റ് ഓഫ് ഹിസാഷി തക്യൂച്ചി
MD ആൻഡ് CEO അടുത്ത ടേമിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെബി ഡെവലപ്സ് വെബ് ബേസ്ഡ് പോർട്ടൽ ഫോർ റിപ്പോർട്ടിംഗ് ഗ്ലിച്ചസ് ബൈ എക്സ്ചേഞ്ചസ് MIIs. അപ്പോൾ സെബി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് വെബ് ബേസ്ഡ് പോർട്ടൽ ഫോർ റിപ്പോർട്ടിംഗ് ഗ്ലിച്ചസ് ബൈ എക്സ്ചേഞ്ചസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ്സ് റെഗുലേറ്റർ സെബി സെഡ് ഇറ്റ് ഹാസ് ഡെവലപ്ഡ് എ വെബ് ബേസ്ഡ് പോർട്ടൽ ഫോർ സബ്മിഷൻ ഓഫ് പ്രിലിമിനറി ആൻഡ് ഫൈനൽ റൂട്ട് കോസ് അനാലിസിസ് റിപ്പോർട്ട്സ് ഓഫ് ടെക്നിക്കൽ ഗ്ലിച്ചസ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് അതർ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. The new portal, Integrated SEBI Portal for Technical Glitches, iSpot, is aimed at streamlining the reporting process of technical glitches. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേദാന്ത റിസോഴ്സസ് അപ്പോയിൻറ്റ്സ് ദേഷ്നി നായിഡു ആസ് ഫസ്റ്റ് CEO ടു ലീഡ് ഗ്രോത്ത് ഫേസ്. അപ്പോൾ ഗ്രോത്ത് ഫേസ് ലീഡ് ചെയ്യുന്ന ഫസ്റ്റ് CEO ആയിരിക്കുകയാണ് വേദാന്ത അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ദേഷ്നി നായിഡുവിനെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡ്, ദ പാരൻറ്റ് ഫേം ഓഫ് മുംബൈ ബേസ്ഡ് മൈനിങ് കോൺഗ്ലോമറേറ്റ് വേദാന്ത ലിമിറ്റഡ്, അനൗൺസ്ഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദേഷ്നി നായിഡു ആസ് ഇറ്റ്സ് ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടു സ്പിയർഹെഡ് ഇറ്റ്സ് ഫ്രഷ് ഗ്രോത്ത് ഫേസ്. Her appointment comes at a time when Vedanta Resources Limited's Indian subsidiary Vedanta Limited is demerging its business to unlock significant value for stakeholder. This marks Naidu's second stint with the company. In her previous assignment, Naidu was a CEO of a nickel and copper firm Vale Base Metals. Naidu's appointment is with effect from January 20, 2025, the company said. She was with Vedanta from 2014 to 2020 and served in senior leadership roles including CEO of Africa Base Metals and CEO of Vedanta Zinc International. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാർട്ടേഴ്സ് ഡേ 2025 30th ജാനുവരിയാണ് മാർട്ടേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ഇന്ത്യ സെലിബ്രേറ്റ്സ് മാർട്ടേഴ്സ് ഡേ, ഓൾസോ കോൾഡ് ഷഹീദ് ദിവസ് ഓർ സർവോദയ ഡേ, on 30th January to remember those who sacrificed their lives for the nation's independence. അപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സ് അവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മാർട്ടേഴ്സ്. This day is a particularly important since it commemorates Mahatma Gandhi's assassination. During the evening prayers at Gandhi Smriti in Birla House in 1948, Nathuram Godse killed Gandhi. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. MobiKwik becomes first fintech to launch full-scale CBDC wallet in India. അപ്പോൾ MobiKwik ഫസ്റ്റ് ഫിൻടെക് ആയിരിക്കുകയാണ് ടു ലോഞ്ച് ഫുൾ സ്കെയിൽ CBDC വാളറ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. MobiKwik ഹാസ് മെയ്ഡ് ഹിസ്റ്ററി ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് ഫിൻടെക് കമ്പനി ഇൻ ഇന്ത്യ ടു ലോഞ്ച് എ ഫുൾ സ്കെയിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വാളറ്റ് e-Rupee in collaboration with the Reserve Bank of India and Yes Bank. The e-Rupee wallet, now available to all Android users of MobiKwik, facilitates seamless peer-to-peer and peer-to-merchant transactions. Users can scan any UPI QR code to make payments using e-Rupee, as the wallet is fully integrated with the unified payments interface. Existing MobiKwik users who have completed KYC verification can instantly open an e-Rupee wallet and transfer funds from their bank accounts. New users must complete a video KYC process to access the feature. The wallet allows transactions of up to 50,000 rupees per day with a 10,000 rupees per transaction limit. It supports denominations ranging from 50 paise to 500 rupees. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് വായിക്കാം. The e-Rupee will help digitize the Indian rupee and accelerate the digital economy. We aim to drive its adoption nationwide and reduce cash dependency, said Bipin Preet Singh, co-founder and MD of MobiKwik. അപ്പോൾ co-founder and MD of MobiKwik ആയ
ബിപിൻ പ്രീത് സിംഗ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൈസ് ചെയ്യാൻ ഇത് ഒരുപാട് റുപ്പി സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനീഷ്യലി ദ RBI റെസ്ട്രിക്റ്റഡ് ഡിജിറ്റൽ കറൻസി ആക്സസ് ടു ബാങ്ക്സ് ബട്ട് ഇൻ April 2024 it extended access to non-banking entities. MobiKwik, recognized for its innovative financial solutions, was invited to join RBI's CBDC initiative and launched the service in record time. പിന്നെ പറയുന്നത് ഫൗണ്ടഡ് ഇൻ 2009, മൊബിക്വിക്ക് ഇസ് ഇന്ത്യസ് ലാർജസ്റ്റ് ഡിജിറ്റൽ വാലറ്റ് ബൈ മാർക്കറ്റ് ഷെയർ. അപ്പോൾ മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലാർജസ്റ്റ് ഡിജിറ്റൽ വാലറ്റ് ആണ് മൊബിക്വിക്ക്. അത് ഫൗണ്ട് ചെയ്തത് 2009 അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.